ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൗ ടു ഏൺ മണി ഓൺലൈൻ എന്നുള്ളത്. ഈ ഒരു സീക്രട്ട് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്യാഷ് നല്ലൊരു വരുമാനത്തിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് പേര് ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ 90% ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. നിങ്ങൾ ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രമേ നമുക്കതിന് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അഥവാ അതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എത്ര ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾക്ക് മാസം നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ എത്ര ആപ്ലിക്കേഷൻ നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ആരും പറഞ്ഞില്ല. ഇത് പരിചയപ്പെടുത്തുന്ന ആൾക്കാർ ഒരിക്കലും ഇതിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര സമയം വർക്ക് ചെയ്താലും നമുക്ക് ഇതിന് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുമെന്നൊന്നും ആരും പറഞ്ഞു തരില്ല. സോ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇനി അഥവാ നല്ല ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരുമിച്ച് വർക്ക് ചെയ്യാനും സാധിക്കില്ല അല്ലേ. അതുപോലെ തന്നെ ബെസ്റ്റ് ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാനും പാടാണ്. പക്ഷേ ഈ ഒരു മെത്തേഡ്, ഈ പറയാൻ പോകുന്ന 5 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. മന്ത്ലി നല്ലൊരു ഇൻകം തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള 5 കിടലിനായിട്ടുള്ള ഓപ്ഷൻസാണ്. അതുപോലെ തന്നെ 5 നല്ല അടിപൊളിയായിട്ടുള്ള, നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഒന്ന് പാഷനായി തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് അതിന് നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റയാണ്. അതായത് നിങ്ങൾ പേഴ്സണൽ ഡാറ്റ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഡാറ്റ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ പേഴ്സണൽ ഡാറ്റ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. വളരെ തുച്ഛമായ വരുമാനത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ കളയരുത്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. വീഡിയോ അവസാനം വരെ കാണാൻ, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള 5 ടിപ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീലാൻസ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ആദ്യമായിട്ടായിരുന്നു നിങ്ങൾ ഈ ഒരു വേർഡ് കേൾക്കുക അല്ലേ. നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം വീഡിയോ ചെയ്യുന്നത്, അവർക്ക് ഏറ്റവും വലിയ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആഡ്സ്, രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഓരോ കമ്പനിയെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ഇൻകം തന്നെ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡ്സ്, കമ്പനീസ് ഈ ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി നല്ല ഇൻഫ്ലുവൻസേഴ്സിനെ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും അതുപോലെ തന്നെ ബിസിനസ് ബ്രാൻഡ്സിൻ്റെയും മിഡിലായിട്ട് ഈ ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ആളാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഫ്രീലാൻസായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഫ്രീലാൻസ് ഏജൻസീസ് ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫ്രീലാൻസായിട്ട് ഇത് വർക്ക് ചെയ്യാൻ സാധിക്കും. വളരെ അടിപൊളിയായിട്ടുള്ളൊരു ജോബ് തന്നെയാണ്. നിങ്ങൾക്ക് മന്ത്ലി നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം, വീഡിയോ എഡിറ്റിംഗ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു ജോബാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ജോബ് തന്നെയാണ് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളത്. നിങ്ങൾക്കിത് ഫ്രീലാൻസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലത്തെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഫേസ്ബുക്ക് ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഒരു വീഡിയോ എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് ടൈം ഉണ്ടാവില്ല, ചിലപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അതിനൊപ്പം തന്നെ വീഡിയോ എഡിറ്റിംഗ് ടൈം ഉണ്ടാവില്ല. ഈ ഒരു മേഖല ചൂസ് ചെയ്താൽ തീർച്ചയായും അവരുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇനി മൂന്നാമത്തെ മെത്തേഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് പേര് ഇത് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവില്ല. ഷെയർ യുവർ ഫോട്ടോസ്. അതായത് നിങ്ങൾക്ക് എടുത്ത ഫോട്ടോസിനൊക്കെ നിങ്ങൾക്ക് വിറ്റ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ എടുക്കുന്ന നല്ല നല്ല ഫോട്ടോസിനൊക്കെ വിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫി സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു മേഖല നിങ്ങൾക്കുള്ളതാണ്. അതായത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ വിറ്റ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷട്ടർ സ്റ്റോക്ക് അങ്ങനെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിലൊക്കെ നിങ്ങൾ നല്ല അടിപൊളിയായുള്ള പ്രൊഫഷണൽ രീതിയിലുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിങ്ങളതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷട്ടർ സ്റ്റോക്ക് എന്നുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതിൽ ഒരുപാട് വെബ്സൈറ്റുകൾ വേറെയുണ്ട്. നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് ജസ്റ്റ് റിസർച്ച് ചെയ്ത് നല്ല വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ക്യാഷ് തരുന്ന വെബ്സൈറ്റിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. ഫോർത്ത് വൺ, ഗ്രാഫിക് ഡിസൈനിങ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടാവില്ല. വളരെ നല്ല അടിപൊളിയായിട്ട് രീതിയിൽ എഡിറ്റ് ചെയ്ത പോസ്റ്റേഴ്സ് ഉണ്ടാകും. ബിസിനസ്സിനൊക്കെ ആയിരിക്കും കൂടുതൽ ഇത് ആവശ്യം വരിക. നല്ലൊരു പോസ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. സ്കില്ല് പഠിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക് ഡിസൈനിങ് സ്കിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് സ്കില്ല് ഉണ്ടാക്കാൻ കഴിയും. ക്യാൻവ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രാഫിക് ഡിസൈൻ യൂസ് ചെയ്തിട്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ വൺ, തംബ്നെയിൽ ഡിസൈനിങ്. യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് പേർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് തംബ്നെയിൽ എന്നുള്ളത്. അതായത് നല്ല അട്രാക്റ്റീവായ തംബ്നെയിലൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും യൂട്യൂബേഴ്സിന്, അതായത് നല്ല പോപ്പുലറായിട്ടുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് അവർക്ക് നല്ലൊരു തംബ്നെയിൽ എഡിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അതിന് നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു തംബ്നെയിലിന് ഏകദേശം 300 to 500 രൂപ വരെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് തംബ്നെയിലൊക്കെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു മേഖല ചൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് നിങ്ങൾ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ 5 പ്രൊഫഷണൽ
അല്ലെങ്കിൽ നിങ്ങൾ പാഷനായി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 5 മെത്തേഡ്സ്. സോ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്യാഷ് ഏൺ ചെയ്യാൻ ശ്രമിക്കുക. ഓൺലൈനായിട്ട് നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.